ഹായ്, അസ്സലാമു അലൈക്കും. പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഇന്ന് ഞാൻ വന്നിരിക്കുന്നത് നല്ല അടിപൊളി ചിക്കൻ പാസ്തയുടെ റെസിപ്പിയുമായിട്ടാണ്. സാധാരണ എല്ലാവരും പാസ്ത കടയിൽ നിന്നാണ് വാങ്ങാറുള്ളത്. ഇന്ന് നമുക്ക് വീട്ടിൽ തന്നെ പാസ്ത തയ്യാറാക്കിയിട്ട് അതുകൊണ്ടൊരു അടിപൊളി ചിക്കൻ പാസ്ത തയ്യാറാക്കാം. അപ്പം നമുക്ക് പാസ്ത എങ്ങനെ ഉണ്ടാക്കുന്നതെന്ന് നോക്കിയിട്ട് വരാം. അതിനായിട്ട് ഞാനിവിടെ 2 കപ്പ് മൈദ എടുത്തിട്ടുണ്ട്. നിങ്ങൾക്ക് വേണമെങ്കിൽ ഇതിന് പകരം മൈദയ്ക്ക് പകരം വീറ്റ് ഫ്ലോർ എടുക്കാം. ഇനി നമുക്കിതിലേക്ക് ആവശ്യത്തിന് ഉപ്പും കൂടെ ചേർത്ത് നല്ലതുപോലെ ഒന്ന് മിക്സ് ചെയ്യാം. ഇനി നമുക്ക് ആവശ്യത്തിന് വെള്ളം ചേർത്ത് ചപ്പാത്തിക്കൊക്കെ കുഴയ്ക്കുന്ന പോലെ നല്ലതുപോലെ അതൊന്ന് കുഴച്ചെടുക്കാം. ഇപ്പം ഞാനിത് കുഴച്ചെടുത്തിട്ടുണ്ട്. ഇനി നമുക്ക് ഇതൊരു ചപ്പാത്തി പലകയുടെ മണ്ടയിലോ അല്ലെങ്കിൽ കൗണ്ടർ ടോപ്പിൻ്റെ മണ്ടയിലോ ഇട്ട് കുറച്ച് മാവ് വിതറി നല്ലതുപോലെ ഇതൊന്നും കൂടെ ഒന്ന് കുഴച്ചെടുക്കാം. നല്ലതുപോലെ കുഴച്ചെടുത്തതിന് ശേഷം ഇത് രണ്ടായിട്ടൊന്ന് കട്ട് ചെയ്യാം. എന്നിട്ട് അതിൽ ഒരു പീസ് എടുത്ത് കുറച്ച് മാവ് വിതറി ഇത് നല്ലതുപോലെ ഒന്ന് പരത്തിയെടുക്കാം. നല്ലപോലെ പരത്തിയതിന് ശേഷം ഇതിൻ്റെ സൈഡൊക്കെ ഒന്ന് കട്ട് ചെയ്ത് മാറ്റാം. നാല് സൈഡും കട്ട് ചെയ്ത് മാറ്റിയതിന് ശേഷം ഇതിൽ കാണുന്നത് പോലെ നമുക്കൊന്ന് കട്ട് ചെയ്തെടുക്കാം. അതിനുശേഷം ഇത് ചെറിയ ചെറിയ സ്ക്വയർ ഷേപ്പിൽ നമുക്ക് കട്ട് ചെയ്തെടുക്കാം. കട്ട് ചെയ്തെടുത്തതിന് ശേഷം ഇതിൻ്റെ സെൻറ്ററിൽ നിന്ന് നല്ലതുപോലെ ഒന്ന് പ്രസ് ചെയ്ത് കൊടുക്കുമ്പോഴത്തേക്ക് നമ്മുടെ പാസ്ത റെഡി. ഇതേപോലെ നമുക്ക് എല്ലാം ചെയ്തെടുക്കാം. നമ്മുടെ കയ്യിൽ കുറച്ച് മാവ് തൊട്ടിട്ട് ചെയ്യുമ്പോഴത്തേക്ക് നമ്മുടെ കയ്യിലൊന്നും ഒട്ടിപ്പിടിക്കത്തില്ല. ഇതേപോലെ നമുക്ക് എല്ലാം ചെയ്തെടുക്കാം. ഇനി നമുക്ക് വേറൊരു ഷേപ്പിൽ പാസ്ത തയ്യാറാക്കാം. അതിനായിട്ട് നമുക്ക് ഒരു പീസ് എടുത്തിട്ട് അതിൻ്റെ സൈഡ് തമ്മി ഇതേപോലെ ഒന്ന് പ്രസ് ചെയ്യുമ്പോഴത്തേക്ക് നമുക്ക് വേറൊരു ഷേപ്പിൽ പാസ്ത കിട്ടും. നമ്മുടെ ഇഷ്ടത്തിനനുസരിച്ച് ഏത് ഷേപ്പിൽ വേണമെങ്കിലും നമുക്കിത് തയ്യാറാക്കി എടുക്കാവുന്നതേ ഉള്ളൂ. അപ്പോൾ എല്ലാ പാസ്തയും ഞാനിവിടെ റെഡിയാക്കി എടുത്തിട്ടുണ്ട്. ഇനി നമുക്കിതൊന്ന് കുക്ക് ചെയ്തെടുക്കാനായിട്ട് ഒരു പാത്രത്തിൽ കുറച്ച് വെള്ളവും അതിൽ ഉപ്പും ഓയിലും സൺഫ്ലവർ ഓയിൽ ഒഴിച്ച് നല്ലതുപോലെ ഒന്ന് തിളച്ച് വരുമ്പോഴത്തേക്ക്
നമുക്ക് ഈ പാസ്ത ഇട്ട് കൊടുത്തിട്ട് ഒന്ന് 2-3 മിനിറ്റ് കുക്ക് ചെയ്തെടുക്കണം. എല്ലാം കൂടെ ഒരുമിച്ചിടാതെ ഒരു 2 തവണയായിട്ട് ഇതൊന്ന് കുക്ക് ചെയ്ത് ഊറ്റിയെടുക്കണം. അപ്പോൾ നമ്മുടെ പാസ്ത ഇവിടെ റെഡി ആയിട്ടുണ്ട്. ഇനി നമുക്ക് ചിക്കൻ പാസ്ത റെഡിയാക്കാം. അതിനായിട്ട് ആദ്യം നമുക്ക് ചിക്കൻ ഫ്രൈ ചെയ്തെടുക്കണം. അതിനായിട്ടൊരു പാൻ വെച്ചിട്ട് കുറച്ച് ഓയിൽ ഒഴിച്ചു കൊടുക്കാം. ഇനി അതിലേക്ക് നമുക്ക് മാരിനേറ്റ് ചെയ്ത് വെച്ചിരിക്കുന്ന ചിക്കൻ ചേർത്ത് കൊടുക്കാം. ഇത് നോർമൽ മസാലയിൽ മാരിനേറ്റ് ചെയ്ത് വെച്ചിരിക്കുന്ന ചിക്കനാണ്. ഇതൊന്ന് നമുക്ക് നല്ലതുപോലെ ഒന്ന് ഫ്രൈ ചെയ്തെടുക്കാം. അപ്പോൾ ചിക്കൻ റെഡി ആയിട്ടുണ്ട്. ഇനി നമുക്കിതൊന്ന് കോരി മാറ്റാം. ഇനി നമുക്ക് അതേ പാനിൽ തന്നെ സവാള അരിഞ്ഞത് ചേർത്ത് കൊടുക്കാം. ഇതിലേക്ക് ആവശ്യത്തിന് ഉപ്പും കൂടെ ചേർത്ത് ജസ്റ്റ് ഒന്ന് വരട്ടിയെടുക്കാം. ഇത്രയൊന്ന് വരന്ന് കിട്ടിയാൽ മതി. ഇനി നമുക്കതിലേക്ക് മസാലകൾ ചേർത്ത് കൊടുക്കാം. കുറച്ച് മുളക് പൊടിയും കുറച്ച് ഗരം മസാലയും കുറച്ച് പെപ്പർ പൗഡറും കൂടെ ചേർത്ത് അതിൻ്റെ പച്ചക്കുത്ത് മാറുന്നത് വരെ നമുക്കൊന്ന് ഇളക്കി കൊടുക്കാം. അതിനുശേഷം അതിലേക്ക് നമുക്ക് ഒരു മാഗി ക്യൂബ്സും കൂടെ ചേർത്ത് നല്ലതുപോലെ ഒന്ന് മിക്സ് ചെയ്തെടുക്കണം. ഇനി നമുക്ക് ഇതിലേക്ക് ഫ്രൈ ചെയ്ത് വെച്ചിരിക്കുന്ന ചിക്കനും കൂടി ചേർത്ത് നല്ലതുപോലെ മിക്സ് ചെയ്തെടുക്കാം. ഇനി അതിലേക്ക് നമുക്ക് കുറച്ച് സോയാ സോസ് ചേർത്ത് കൊടുക്കാം. അതേപോലെ തന്നെ കുറച്ച് ടൊമാറ്റോ കെച്ചപ്പും കൂടി ചേർത്ത് നല്ലതുപോലെ ഒന്ന് മിക്സ് ചെയ്തെടുക്കാം. ഇനി ഇതിലേക്ക് വേവിച്ച് വെച്ചിരിക്കുന്ന പാസ്തയും കൂടെ ചേർത്ത് നല്ലതുപോലെ മിക്സ് ചെയ്തെടുക്കാം. അടിപൊളി ചിക്കൻ പാസ്ത ഇവിടെ റെഡി ആയിട്ടുണ്ട്. എല്ലാവരും ഇതൊന്ന് ട്രൈ ചെയ്ത് നോക്കണം. എന്നും കടയിൽ നിന്ന് വാങ്ങുന്നതിന് പകരം വീട്ടിൽ തന്നെ ഈ പാസ്ത ഒന്ന് തയ്യാറാക്കി നോക്കണം. എന്തായാലും നിങ്ങൾക്ക് ഇഷ്ടപ്പെടും. ട്രൈ ചെയ്തിട്ട് എന്നെ ഫീഡ്ബാക്ക് അറിയിക്കണം കമൻറ്റ് ബോക്സിൽ. പിന്നെ എല്ലാവർക്കും ഈ വീഡിയോ ഇഷ്ടമായെന്ന് വിശ്വസിക്കുന്നു. ഇഷ്ടമായെങ്കിൽ എല്ലാവരും ലൈക്കും ഷെയറും പിന്നെ സബ്സ്ക്രൈബ് ചെയ്യാതെ കാണുന്ന ആരെങ്കിലും ഉണ്ടെങ്കിൽ സബ്സ്ക്രൈബും ചെയ്യണം. അപ്പോൾ നമുക്ക് ഇൻഷാ അല്ലാഹ് മറ്റൊരു വീഡിയോയുമായി വീണ്ടും കാണാം. അസ്സലാമു അലൈക്കും.